ഹാപ്പി മോർണിംഗ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ മാർക്ക് ഫോറിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്നാണ്. പല ആളുകൾക്കും ഇവിടെ വന്ന പുതിയ മെമ്പേഴ്സിന് കൂടുതലായിട്ട് അറിയില്ല മാർക്ക് ഫോറിനെ പറ്റിയിട്ട്. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് നമ്മളെ പിക്ലൂഡ് ഇങ്ങനെ കൊണ്ടുവച്ച പോലെ ഒരു കാർ ഇവിടെ കൊണ്ടുവരണമെന്ന്. പക്ഷേ ആഗ്രഹം നടക്കാത്തതുകൊണ്ട് തൽക്കാലം അത് നമ്മളൊരു ഇവൻ്റായിട്ട് ഈ വരുന്ന ഒരു 3 മാസത്തിനുള്ളിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഇവൻ്റിലേക്ക് നിങ്ങളെല്ലാവരും ഇപ്പം തന്നെ സ്വാഗതം ചെയ്യാണ്. സോ നമുക്ക് മാർക്ക് 4 എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പഠിക്കാം. ആക്ച്വലി മാർക്ക് 4 എന്ന് പറഞ്ഞ കൺസെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2019 ഒരു ജൂലൈ മാസമാണ്. ഏകദേശം ഇതേപോലെ തന്നെ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഞാനും എൻ്റെ ഒരു പാർട്ട്ണറായിട്ടുള്ള വിനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആളും കൂടിയാണ്. അപ്പോൾ നമ്മളത് സ്റ്റാർട്ട് ചെയ്തത് കാലിക്കറ്റ് ആയിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് 6ാമത്തെ വർഷം റണ്ണിങ് ആണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ കൊറോണൻ്റെ സമയത്ത് എല്ലാവരും സ്ട്രഗിൾ ചെയ്ത സമയത്ത് ഞങ്ങൾ ഇടയ്ക്കും തലയ്ക്കും ഒക്കെ ആയിട്ട് ഓരോരോ വണ്ടികൾ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്ത കൺസേൺ ആണ്. അവിടെ നിന്ന് ഇന്നിപ്പോൾ ഏകദേശം 200ഓളം വാഹനങ്ങൾ പ്രിയോണ്ട് വെഹിക്കിൾസ് നമുക്ക് തന്നെ പർച്ചേസ് ചെയ്ത് വിൽക്കാൻ പറ്റുന്നുണ്ട്. അതുമാത്രമല്ല പ്രിയോണ്ട് കാർസിൽ വാറണ്ടി എന്നിട്ടുള്ളൊരു സംഭവം സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ അറിവിൽ മാർക്ക് 4 ആണ്. ഇപ്പോഴും കേരളത്തിൽ പല സ്ഥാപനങ്ങളിലും പ്രിയോണ്ട് കാർസിൽ വാറണ്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസേൺ ഇല്ല സത്യം പറഞ്ഞാൽ. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ലക്ഷക്കണക്കിന് രൂപേൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് പ്രിയോണ്ട് കാർ എന്ന് പറയുമ്പോൾ, ഒരു സെക്കൻഡ് ഹാൻഡ് കാർ എന്ന് പറയുമ്പോൾ. പല ആളുകളും പേടിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് കാറിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒരു സൈഡിൽ അത് കറക്റ്റ് ആവുമോ, പിന്നെ ഈ വാഹനത്തിൻ്റെ ക്വാളിറ്റി എത്രത്തോളം നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ മാർക്ക് 4 നിങ്ങളെ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു വാഹനം വാങ്ങി മാക്സിമം 1 വീക്കിൻ്റെ ഉള്ളിൽ സൈറ്റിൽ നിങ്ങളെ, ഇപ്പം നമുക്കറിയാം RC കൈ കിട്ടുന്നില്ല. സോ സൈറ്റിൽ നമുക്ക് ഡാറ്റ അപ്ഡേറ്റ് ചെയ്ത് കിട്ടും, നമ്മളെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടും. അതേപോലെ തന്നെ നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുമ്പോൾ അതിന് 1 ഇയർ മുതൽ 2 ഇയർ വരെയുള്ള വാറണ്ടി നമുക്ക് മാർക്ക് 4 കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ വെറൈറ്റി ഓഫ് കളക്ഷൻസ് ആണ് മാർക്ക് 4ൻ്റെ ഏറ്റവും വലിയ ഒരു സപ്പോർട്ടായിട്ട് ഞങ്ങൾ കാണുന്നത്. കാരണം നമ്മളെല്ലാവരും ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പണ്ട കാലത്ത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഷോപ്പിലൊക്കെ പോകും. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് എല്ലാവരും പോവുക ഒരു ഹൈപ്പർ മാർക്കറ്റ്. ഇപ്പം നമുക്കറിയാം കാലിക്കറ്റ് തന്നെ ഒരുപാട് ഹൈപ്പർ മാർക്കറ്റുകളുണ്ട്. അതേപോലെ ഒരു ഹൈപ്പർ മാർക്കറ്റാണ് മാർക്ക് 4 എന്ന് പറയുന്നത്. നിങ്ങൾ ഏത് കാറ്റഗറിയിലുള്ള വാഹനത്തിന് വേണമെങ്കിലും മാർക്ക് 4 വന്നാൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ മാർക്ക് 4 നമ്മളിപ്പോൾ പറഞ്ഞു നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് 6ാമത്തെ വർഷത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഈ 6 വർഷത്തിനിടയ്ക്ക് നമുക്കുള്ള ഒരു കസ്റ്റമർ ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഇപ്പോൾ 20,000 ആണ്. നമുക്ക് 20,000ഓളം കസ്റ്റമർ ഡാറ്റാബേസ് കിട്ടി. അതുമാത്രമല്ല നമ്മളെ BNAയിൽ നിന്ന് തന്നെ ഏകദേശം 20ഓളം പേര് നമ്മളെ ഇവിടുന്ന് ആയാലും കൊച്ചിയിൽ ഒരു 3-4 ഡെലിവറി കൊടുത്തു. അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തന്നെ ഞാൻ BNAയിൽ വന്ന് ഫസ്റ്റ് ഡെലിവറി കൊടുക്കുന്നത് BNAയിലെ നസീഫിനാണ്. അതും റേഞ്ച് റോവർ ആണ് പുള്ളി എടുത്തത്. അപ്പോൾ ആ ഒരു ട്രസ്റ്റ്, ആ ഒരു വിശ്വാസമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ BNAയിൽ വന്നതിൽ ഞാൻ സത്യം പറഞ്ഞാൽ ബിസിനസ് പ്രതീക്ഷ വന്ന ആളല്ല, പക്ഷേ ആ ഒരു വിശ്വാസം, ആ സ്നേഹം, അതാണ് സത്യം പറഞ്ഞാൽ BNAയിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ ഒരു വലിയ സക്സസ് ആയിട്ട് ഞാൻ കാണുന്നുമുണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാം BNAയിൽ വന്നിട്ടുള്ള ഒരുപാട് ആളുകൾ, അനൂപ്ജി ഒരു വണ്ടി എടുത്തു, അനൂപ്ജി 2 വണ്ടി എടുത്തു. നമ്മളെ BNAയിൽ ടോട്ടലി എനിക്കൊരു 20 വെഹിക്കിൾസ്, മോർ ദാൻ 20 വെഹിക്കിൾസ് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ അതിൽ ബിസിനസ്സിൽ 1-2 ചേഞ്ചുകൾ വരും. ഇതിപ്പോൾ ഇത് ഞാൻ പറയുന്ന കാര്യം എൻ്റെ ബിസിനസ്സിൽ നിന്നല്ല, നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. കാരണം ഒരു സമയത്ത് നമുക്ക് ഒരു ദിവസം വരുന്ന ലീഡ്സിൻ്റെ എണ്ണം വളരെ കൂടുതലായി, എബോവ് 500-600 ലെവലിൽ വന്നു. അങ്ങനെ വന്ന സമയത്ത് നമ്മളെന്തായെന്ന് വെച്ചാൽ നമ്മളെ BNAയിൽ തന്നെയുള്ള ഒരു മെമ്പറെ കയ്യിൽ നിന്ന് ഒരു CRM ആപ്പ് വാങ്ങിയിട്ട് അത് കറക്റ്റ് നമ്മളെ എംപ്ലോയീസിന് ഓട്ടോമാറ്റിക്കലി കിട്ടാനുള്ള ഒരു അവസ്ഥ കാര്യങ്ങൾ ഉണ്ടാക്കി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ലീഡ്സ് വരുമ്പോൾ ഇത്രയും ബൾക്കി ഡാറ്റ കസ്റ്റമർക്ക് ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാനും കാര്യങ്ങളൊന്നും പറ്റണമെന്നില്ല. സോ നമ്മൾ അതിൽ കുറച്ച് ടെക്നോളജീൻ്റെ ഇന്നോവേഷൻസ് കാര്യങ്ങളെല്ലാം വരുത്തിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഏത് കസ്റ്റമർ മെസ്സേജ് അയച്ചാലും ആ കസ്റ്റമർക്ക് വിത്തിൻ ഒരു 1 അവറിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ഡാറ്റ അയച്ചു കൊടുക്കാൻ പറ്റുന്ന അവസ്ഥ നമുക്കുണ്ട്. അതുമാത്രമല്ല നമ്മൾ ഇപ്പോൾ പ്രിയോണ്ട് കാർ സെഗ്മെൻറ്റിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വാഹനത്തിൻ്റെ വില എങ്ങനെയാണ് എന്താണെന്നുള്ളത് നമ്മൾ അറിയാൻ ഇന്നിപ്പോൾ OLX അല്ലെങ്കിൽ കാർവാലെ പോലുള്ള ഒരുപാട് ആപ്പുകളുണ്ട്. പക്ഷേ അതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ആ വാഹനത്തിൻ്റെ ക്വാളിറ്റി ഒരിക്കലും ഉറപ്പുവരുത്താൻ പറ്റും. ഇപ്പോൾ ഇതിലിരിക്കുന്ന പല ആളുകളുടെ സുഹൃത്തുക്കളും
വാഹനം വാങ്ങി ബുദ്ധിമുട്ടിയ ആൾക്കാർ ഒരുപാടുണ്ട്. എന്നോട് ആ സ്റ്റോറി ഷെയർ ചെയ്തപ്പോൾ ഞാൻ പുള്ളിനോട് പറഞ്ഞത്, നമ്മൾ ഒരു വണ്ടി വിൽക്കുന്ന സമയത്ത് നമ്മൾ ആ വണ്ടിയുടെ കംപ്ലീറ്റ് സർവീസ് റെക്കോർഡും ആ വാഹനത്തിന് 1 ഇയർ വാറണ്ടിയും പിന്നെ ആ വാഹനത്തിൻ്റെ ഏത് സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുമ്പോഴും അതിന് ചെറിയ രീതിയിലുള്ള എന്താ പറയുക തകരാറുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ക്ലിയർ ചെയ്തിട്ടാണ് ഒരു വണ്ടി കസ്റ്റമർ സൈഡിലേക്ക് ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കാറുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മാർക്ക് 4 ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് കാണുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മാർക്ക് 4 കാലിക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 3 വർഷം കൊണ്ട് കണ്ണൂരും കൊച്ചിയും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ അതൊരു സക്സസ് ആയിട്ട് കാണുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വരും ദിവസങ്ങളിൽ ഒരു കാസർഗോഡ് ഒരു ഷോറൂം ഓപ്പൺ ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലാണുള്ളത്. അപ്പോൾ അതിനൊക്കെ എനിക്ക് മുതൽക്കൂട്ടായിട്ട് നിന്നുള്ളത് BNIയിൽ ഞാൻ വന്നതിന് ശേഷം എനിക്ക് കിട്ടിയ ഇത്ര മെമ്പേഴ്സിൻ്റെ അറിവുകളാണ്. അതിനെനിക്ക് ഈ മെമ്പേഴ്സിന് എല്ലാവരോടും സ്നേഹവും എൻ്റെ നന്ദിയും ഞാൻ ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ അതേപോലെ നിങ്ങളെല്ലാവരും പറ്റുവാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളെ ഷോറൂമിൽ വരിക, നമ്മളെ ഷോറൂം ഒന്ന് ഫീൽ ചെയ്യുക. കാരണം നമ്മളെല്ലാവരും ബിസിനസ്സുകാരാണ്, വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബിസിനസ്സിലേക്ക് കിട്ടുന്ന ഒരു അറിവുകളായിരിക്കും നമ്മളവിടെ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ. അപ്പോൾ വൺസ് അഗൈൻ ഐ എം രാകേഷ് കോടിയാടൻ, representing Mark 4 Pioneers. Thank you.